ദിലീപിന്റെ 150ാം ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത്. നവാഗതനായ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. പ്രമുഖ ട്രാക്കിംഗ് സൈറ്റായ സാക് മിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 3.72 കോടിയാണ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ച കളക്ഷൻ. ആദ്യ ദിനം 1.01 കോടിയും രണ്ടാം ദിനം 1.32 കോടിയും മൂന്നാം ദിനം 1.72 കോടിയുമാണ് ചിത്രത്തിന് ലഭിച്ചത്. അതേസമയം സിനിമയുടെ വിജയത്തിൽ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പത്രസമ്മേളനം നടത്തിയിരുന്നു. ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങിയ നിരവധി പേരാണ് വിജയാഘോഷത്തിൽ പങ്കുചേർന്നത്. പരിപാടിക്കിടെ വളരെ വൈകാരികമായ പ്രതികരണമായിരുന്നു ദിലീപ് നടത്തിയത്. തനിക്ക് പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ടെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കുറെ വർഷങ്ങൾക്ക് മുൻപ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്ന സമയത്ത് എന്റെ കൂടെ നിന്നുകൂടെ. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ. അതേസമയം വീഡിയോയ്ക്ക് താഴെ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ നിറയുകയാണ്. സിനിമ മികച്ചതാണെന്നും ദിലീപിന്റെ തിരിച്ചുവരവാണ് ഇതെന്നുമാണ് താരത്തെ ആരാധിക്കുന്നവർ കുറിക്കുന്നത്. സിനിമ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്നും ഇവർ കുറിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വൈകാരിക പ്രതികരണം നടത്തി സിമ്പതി പിടിച്ചു പറ്റാനുള്ള നടന്റെ ശ്രമങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഒരു കൂട്ടർ. നടി ആക്രമിക്കപ്പെട്ട കേസ് ചൂണ്ടിക്കാട്ടിയും താരത്തിനെതിരെ ഇവർ വിമർശനം ഉയർത്തുന്നുണ്ട്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഇയാൾ നശിപ്പിച്ചവരുടെ ശാപം തീക്കനലായി പിന്നാലെ വരുമെന്ന് ഓർത്തില്ലായിരിക്കുമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം കാലം തന്നെ തന്നിരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിലീപ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. ജഗതി പീഡന കേസിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ നീയും കാശെറിഞ്ഞ് രക്ഷപ്പെട്ടേക്കാം. പക്ഷേ കാലം കണക്ക് ചോദിച്ചേ വിടൂ, അയാളുടെ ഗതി നിനക്കും വരും എന്നായിരുന്നു മറ്റൊരു കമന്റ്. അത്രയും ടോപ്പിൽ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം പുള്ളി ചെയ്യുമെന്ന് ബോധമുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കേസിന് പിന്നിൽ വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റ് ആണ് എന്നാണ് വേറൊരാളുടെ കമന്റ്. ദിലീപിനെ ഇഷ്ടമാണ്, ബട്ട് ഈ ഡയലോഗ് കേട്ടാൽ തോന്നും തെറ്റ് ചെയ്യാതെയാണ് എല്ലാവരും കല്ലെറിഞ്ഞത് എന്ന്. അവനവൻ ചെയ്യുന്ന തെറ്റുകൾ അനുഭവിക്കുക തന്നെ. സിനിമ ഇറങ്ങിയിട്ട് ദിവസം 2 ആയതേ ഉള്ളൂ, അപ്പോഴേക്കും വിജയിച്ചു. വിജയം കുറച്ചുകൂടി കഴിഞ്ഞ് ആഘോഷിക്കുമ്പോഴല്ലേ ശരിയായ വിജയമാകൂ. ഇങ്ങനെ പൊട്ടിക്കരയാതെ ഗോപാല, ആ അതിജീവിത നീ അയച്ച ആളിന്റെ മുൻപിൽ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാകും. എത്ര നല്ല പടമായാലും വിജയിക്കില്ല, കാരണം ജനം അത്രമാത്രം അദ്ദേഹത്തെ വെറുത്തുപോയി. ഇനി ഒരു തിരിച്ചുവരവില്ല. നിനക്ക് ഇനി ഒരു തിരിച്ചുവരവില്ല ദിലീപേ, ഇനിയുള്ളത് ജയിലിലേക്ക് പോകുക എന്നത് മാത്രം. ഇങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ. അതേസമയം ദിലീപ് കേസിന്റെ വിചാരണ കഴിഞ്ഞതിനാൽ അവധി കഴിഞ്ഞ് തുറക്കാൻ പോകുന്ന കോടതിയുടെ ആദ്യ വിധി പ്രഖ്യാപനത്തിൽ തന്നെ ദിലീപിന്റെ കേസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ അവസരത്തിൽ ദിലീപ് കുറച്ചുകൂടി സൂക്ഷിച്ചു മാത്രം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബുദ്ധി.